കൊല്ലം നിയമസഭ റിപ്പോർട്ടർ ടി.വി ലീഡർഷിപ്പ് അവാർഡ് കരസ്ഥമാക്കി ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് രേണുവെ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയവർക്ക് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ കഴിയും. 15 വർഷമായി ലക്ഷക്കണക്കിന് ആളുകളുടെ വിദേശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ പറന്നുയരുമ്പോൾ അതിനു പിന്നിൽ രേണു എന്ന സംരംഭകയുടെ സ്വപ്നങ്ങളും പരിശ്രമവുമാണ്. മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് മേഖലയിൽ ഒരു വനിത നയിക്കുന്ന ആദ്യ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായുള്ള ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ. റിപ്പോർട്ടർ ടെലിവിഷന്റെ ലീഡർഷിപ്പ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി രേണുവിനെ വേദിയിലേക്ക് ഗോഡ്സ്പീഡിലെത്തുന്നവരുടെ സ്വപ്ന സാക്ഷാത്കാരം രേണുവിൽ ഭദ്രമാണ്. ഏറെ സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായ വിസ നടപടികൾ വേഗത്തിലും എളുപ്പത്തിലും ഗോഡ്സ്പീഡ് ചെയ്തു നൽകും. ഇതിന് സഹായിക്കുന്നത് ഗോഡ്സ്പീഡിന്റെ 531 പ്രോസസിംഗ് മെത്തേഡിലൂടെയാണ്. ഇതിനൊപ്പം നിർമ്മാതാവും സംവിധായകനുമായ പാർട്ണർ അനൂപ് കണ്ണന്റെ ക്രിയേറ്റീവ് ഇൻപുട്ട് കൂടിയാവുമ്പോൾ ഗോഡ്സ്പീഡിന്റെ പറക്കലിന് ഇരട്ടി വേഗതയാണ്. ഒരു വനിത നേതൃത്വം നൽകുന്ന ഗോഡ്സ്പീഡ് ഇമിഗ്രേഷനിൽ 90% വനിതകളാണ് ജീവനക്കാരായുള്ളത്. ഇതിൽ കോട്ടയത്തേത് സമ്പൂർണ്ണ വനിതാ ബ്രാഞ്ചാണ്. പ്രൊഫഷണലിസവും നൂതന പ്രോസസിംഗ് രീതിയും മികച്ചതും സുതാര്യവുമായ സേവനവും ലോകവ്യാപക ശൃംഖലയും എല്ലാം ഗോഡ്സ്പീഡിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു. നേതൃനിരയുടെ പ്രയത്നവും മികച്ച സേവനവുമാണ് കൊച്ചിയിൽ ആരംഭിച്ച ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ ഇന്ന് കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ സഹായമായത്. ഇന്ന് പല ബ്രാഞ്ചുകളിലായി 200-ലധികം ജീവനക്കാരാണ് ഗോഡ്സ്പീഡ് ഇന്നവേഷനിലുള്ളത്. 100-ലധികം വിദേശ സർവകലാശാല അഫിലിയേഷൻസ്, 2000-ലധികം പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങി വിദേശ പഠനം യാഥാർത്ഥ്യമാക്കിയും 1,00,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകിയും ഒരു വ്യക്തിയുടെ വലിയ സ്വപ്നങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ കൂടെ നിൽക്കുകയാണ് ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ. ലീഡർഷിപ്പ് അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇൻസ്പിറേഷനും മോട്ടിവേഷനും നൽകുന്നതാണ്. ഗോഡ്സ്പീഡ് ഇമിഗ്രേഷനിൽ 90% എബവ് വിമൺ എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. 200 നിയർ ബൈ എംപ്ലോയീസ് ആണുള്ളത്. ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള അവാർഡുകൾ വളരെയധികം എന്നെ ഇൻസ്പയർ ചെയ്യുന്നു. സോ ഐ എം സോ താങ്ക്ഫുൾ ടു റിപ്പോർട്ടർ ചാനൽ ആൻഡ് സ്പീക്കർ A.N. ഷംസീർ സർ. ഒത്തിരി നന്ദി പറയുന്നു ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിന്. എനിക്ക് ആക്ച്വലി സ്ത്രീകളോട് പറയാനുള്ളത്, നമുക്കൊത്തിരി ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മളെ എന്തോ ഒരു ബൗണ്ടറിയിൽ കൊണ്ടുവന്നിട്ടിട്ട് എനിക്കത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഞാനൊരു അമ്മയാണ്, ഞാനൊരു വൈഫാണ്. പക്ഷേ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അടുത്ത ലെവലിലോട്ട് പോകുക എന്നുള്ളതാണ്. എൻ്റെ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ അടുത്ത പൊസിഷനിലോട്ട് പോകൂ, സ്വന്തം കാലിൽ നിൽക്കൂ. നമ്മൾക്കൊരാവശ്യമുണ്ടെങ്കിൽ, നമ്മൾക്കൊരു പൈസയ്ക്കൊരു ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അത് ഹസ്ബൻഡ് ആവാം, അച്ഛനാവാം. സ്വന്തം കാലിൽ നിൽക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഓർഗനൈസേഷനിൽ ഗോഡ്സ്പീഡിലുള്ള ഓരോരുത്തരോടും ഞാൻ എപ്പോഴും പറയുന്നതും ഇതുതന്നെയാണ്.